Hey guys, welcome back to my YouTube channel. Welcome to my YouTube channel. നമ്മൾ ഇന്ന് മലേഷ്യക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ ചെക്കിനെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ 10:16 ആയിട്ടുണ്ട്. നമുക്ക് 11:55 ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. വീഡിയോയാ നമ്മളൊരു 4 day ട്രിപ്പിന് മലേഷ്യക്ക് പോവാണ്. കുഞ്ഞാമി അവിടെ എല്ലാവരും ഫോട്ടോ എടുക്കണതിൻ്റെ തിരക്കിലാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങളിവിടെ എയർപോർട്ടിൽ വെറുതെ ഇരിക്കുന്നു ചെക്കിൻ ടൈമിൽ. കുഞ്ഞാമി അവരൊക്കെ വലിയ പുള്ളികൾ ഫോട്ടോ എടുക്കാൻ. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തു, പക്ഷെ ഞാനത് ഭയങ്കര ഭംഗിയിലൊന്നും എടുത്തിട്ടില്ല. അവിടെ ചെന്നിട്ടാണ് നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട്. ഞങ്ങൾ ഇന്ന് ആക്ച്വലി ഡേ എന്ന് പറയുന്നത് 30th ആണ്. നമ്മളിനി എൻ്റെ അനിയനെ ഇവിടെ നിന്ന് തിരിച്ചു. നമ്മളിനി എന്നാ വരുന്നത് തിരിച്ച് നമ്മൾ 4ാം തീയതി വെളുപ്പിന് വരും. നൈറ്റിൽ കണ്ണാടി വെക്കാൻ പാടില്ല മോളെ. പിന്നെ എന്താ ഇനി നമ്മള് എന്താ ആക്ച്വലി ഇവനിവിടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കാണ്. ഇവള് ഓർത്ത് വെറുതെ ഇരിക്കാന്നോട്ടുള്ള എടുത്തില്ല ഫോട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ വെറുതെ കുറെ നേരം ഇരിക്കും. ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ എടുക്കാം. ചിലപ്പോൾ ഇനി മലേഷ്യ ചെന്നിട്ടായിരിക്കും ഞാൻ എടുക്കണ്ടാവുക. അറിയില്ല ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യോ പോസ്റ്റ് ചെയ്യോ ഇതൊന്നും അറിയത്തില്ല. എന്തായാലും വെറുതെ ഇട്ടേക്കാം. സോ ഇതാണ് കുഞ്ഞാമ്മിയുടെ എന്താ OTD ബേസിന്റെ. പപ്പയാണ് വെറൈറ്റി ആയിട്ട് വന്നേക്കുന്നത്. പപ്പ മുണ്ടെടുത്തിട്ടാണ് മലേഷ്യയിൽ പോകുന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ജീൻസൊക്കെ ഇടാന്ന് ജീൻസൊക്കെ എടുത്തിട്ടുണ്ട്. പപ്പ മുണ്ടെടുത്തിട്ട് വരുന്നതിനെ പറ്റി പറയുന്നു. വീഡിയോ കോളാണ്. ജീൻസ് ഇട്ടിട്ട് ശോഭ ഇറങ്ങിയിട്ടുണ്ട്. ശോഭ സേ ഹായ്. ഹായ് ഗായ്സ്. നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ കയറി. ഇപ്പോൾ സമയം 11:51 11:55 പക്ഷെ അറിയില്ല അപ്പം എടുക്കുമെന്ന് ഫ്ലൈറ്റ്. മമ്മിയും ഞാനും കുഞ്ഞാമ്മിയാണ് ഇവിടെ ഈ സീറ്റിൽ. ഫ്രണ്ടിലാണ് പപ്പയും. ഫ്രണ്ടെന്ന് വെച്ചാൽ ഞാൻ തൊട്ട് ഫ്രണ്ടിൽ. അപ്പോൾ മരിയയ്ക്കാണ് കുഞ്ഞാമ്മിക്കാണ് എൻ്റെ സീറ്റിൽ ഇരിക്കുന്നത്. ഹായ് ഗൈസ്, നമ്മളങ്ങനെ കോലാലംപൂർ എയർപോർട്ടിലെത്തി. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ആക്ച്വലി കൈരളി ട്രെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏജൻസി ത്രൂ ആണ് വന്നത്. അപ്പോൾ കുറച്ചൊരു ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന 2 പേര് വന്നിട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മമ്മി അനിയത്തി ഇവിടെ ഇരിപ്പുണ്ട്. പപ്പയൊക്കെ അപ്പുറം ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 7 പിക്കപ്പ് പറഞ്ഞത്. പക്ഷേ ഇവർ വരാത്തതുകൊണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ചെല്ലണം. വേറെ പ്രത്യേകിച്ച് എനിക്കൊന്നും ഫ്ലൈറ്റിൽ നിന്നാണ് തോന്നുന്നു ലാസ്റ്റ് എടുത്തത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇവിടെ നല്ല രസമാണ്. കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെന്താ, സിമ്മും ഫോണിൻ്റെ ക്യാമറ ബാഗ്. പിന്നെന്താ പ്രത്യേകിച്ചൊന്നുമില്ല. എന്തായാലും എയർപോർട്ടിനെ പറ്റി ഞാൻ കുറച്ച് പറയാം. എയർപോർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഇമിഗ്രേഷനിലോട്ട് കുറേ ഉണ്ട് നടക്കാനായിട്ട്. വെച്ചാൽ ഭയങ്കരമായിട്ട് നടക്കാനുണ്ട്. പക്ഷെ അത് വെച്ച് പറ്റിയൊക്കെ അടിപൊളിയാണ്. അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഫ്ലൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ കറക്റ്റ് ഓൺ ടൈമായിരുന്നു ഫ്ലൈറ്റ്. നമ്മളെത്തിച്ചതും ഫ്ലൈറ്റ് ബോർഡ് ചെയ്തൊക്കെ ഓൺ ടൈമായിരുന്നു. അതുകൊണ്ട് ഒരു ഡിലേ ഉണ്ടായില്ല. ഇവിടെ ഇപ്പോൾ ഇവർ എന്തോ എനിക്കൊണ്ട് എവിടേക്കോ കുറച്ച് പാടാണ് ഇവിടെ കണ്ടുപിടിക്കാൻ. അതായിരിക്കും അവർ ലേറ്റ് ആവുന്നത്. അങ്ങനെ കഴിഞ്ഞ് നമുക്ക് ഫുൾ പോവാം. ഇന്ന് പ്രത്യേകിച്ച് വളരെ ഐറ്റിനറി വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൂ. കൂടുതലും റെസ്റ്റൊക്കെയാണ്. കാരണം നമ്മൾ വന്നേല്ലേ ഉള്ളൂ. പിന്നെ ഇന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നന്നായി കിടന്ന് ഉറങ്ങണം. ഞങ്ങൾക്ക് ചെന്ന് കഴിയുമ്പോഴത്തേന് 6 hours റെസ്റ്റ് ഉണ്ട്. അതെടുക്കണം. പിന്നെന്താ ഇറങ്ങുന്നില്ല. എനിക്കറിയില്ല ഞാൻ ക്യാമറയുടെ ലെങ്ത് നേരെയാണോ നോക്കണ്ടേ അത് ഇങ്ങോട്ടാണോ നോക്കണ്ടേ.
ആക്ച്വലി നമ്മൾ 2 മണി വരെ ഉള്ളൂ. കാരണം നമ്മൾ വന്നിട്ടൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ള ഹോട്ടലാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ പിക്ക് ചെയ്തിട്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലിലോട്ട് മാറ്റും ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും. ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ബാക്കി ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എൻ്റെ അനിയനെയും അനിയത്തിനെയും പപ്പേനെയും. അവർ ഫ്രഷ് ആകാൻ കയറിയിട്ട് ഇതിൽ ഇറങ്ങിയിട്ടില്ല. വിശക്കുന്നുണ്ട്. ഉറക്കോ വരുന്നിട്ട് ഫ്ലൈറ്റിൽ നിന്ന് ഉറങ്ങിയിട്ടേ ഇല്ല. നമുക്ക് ഇറങ്ങാൻ പറ്റിയോ? ഞാൻ കുറച്ചൊക്കെ ഉറങ്ങി. വളരെ സംസാരിച്ചാൽ മതി. ഞാൻ കുറച്ചൊക്കെ ഉറങ്ങി. ഒട്ടുറങ്ങിയിട്ടില്ല. എനിക്കിത് പറ്റിയിട്ടില്ല. ആൾക്കാർ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ലിഫ്റ്റിൽ കയറിയേക്കാണ്. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞാൻ സ്പെഗറ്റിയും ഇവരൊക്കെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ മമ്മി മലേഷ്യയിൽ സോറി കുഞ്ഞാണി വരാണ്ടായി പോയി. നമ്മളിപ്പോൾ 2 റൂമാണ് എടുത്തേക്കുന്നത്. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഇവിടെ 2 മണി 1:50 ആകുമ്പോഴത്തേനും ചെക്കൗട്ട് ചെയ്യും. അതുവരെ കിടക്കുകയാണ് ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു റൂം കിട്ടും. ഇത് വലിയ ഭംഗിയൊന്നുമില്ല. അവിടെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു റൂമാണ്. ഇത് നടുക്കെടുക്കുന്നതാണ് ഓർമ്മയിട്ട് അഭിനയ സിംഗം. ഇതാണ് ശോഭ. ഇവിടെ ഉണ്ട്. പപ്പ അപ്പുറത്തെ റൂമിലാണ്. എനിക്കറിയില്ല, പപ്പ ഞാൻ അധികം വീഡിയോ കാണിച്ചിട്ടില്ല. കാരണം പപ്പ വീഡിയോ നിൽക്കുന്നില്ല അധികം. ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയാണ്. പേരന്റ് നടക്കാന്ന് പേരാണ്. ഇപ്പൊ പപ്പ റെസ്റ്റ് എടുക്കുകയാണ്. അവിടെ കിടന്നുറങ്ങുക. ഞങ്ങൾ വിചാരിച്ചു അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കലോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പുറത്തെ റൂമിലോട്ട് വന്നു. ആദ്യമേ തന്നെ പപ്പയോട് കൂട്ടം വിട്ടു മമ്മി പപ്പേനെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു. ഹായ് ഗായ്സ്, നമ്മളങ്ങനെ എത്തി. ഇതിപ്പോൾ ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. ഭയങ്കര രസമില്ലേ. ലൈക്ക് ഫുൾ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഓൾമോസ്റ്റ് ഒരു മലേഷ്യയുടെ വ്യൂ. സൂപ്പർ. ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊരു റൂം ടൂർ കാണിച്ചു തരാം. അപ്പം തുറക്കട്ടെ. നല്ല രസമുള്ള റൂമാണ്. നമ്മളിങ്ങനെ എൻ്റെ കീ ഉണ്ട്. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ A, ഇവിടെ B. നമ്മളിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഇവിടെ കബോർഡ്സ് ഒക്കെ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ബാത്റൂം ഏരിയ വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് ബെഡ്റൂം. ഇതൊക്കെ വ്യൂ. ഇതിവിടെ TV ഉണ്ട്. ഇനി നമുക്ക് അപ്പുറത്ത് റൂം പോകാം. റൂം ഇപ്പോൾ റൂമിൽ ഒരു കിച്ചൺ ഉണ്ട്, വാഷിംഗ് മെഷീൻ. ഇതാണ് ഇതിൻ്റെ ബാത്റൂം ഏരിയ. പിന്നെ ഇതാണ് ഇവിടുത്തെ വ്യൂ. ആൻഡ് ഇവിടെയും ഒരു കൗച്ചുണ്ട്. TV ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ. ഇങ്ങനെ ഞാൻ ഇതല്ല ഇവിടെ നിന്ന് നോക്കുമ്പോൾ സെയിം നല്ല അടിപൊളി വ്യൂ. അതിൻ്റെ കബോർഡ്സ് ഒക്കെ വരുന്നത് ഇവിടെയാണ്. ഗൈസ്, നമ്മളിപ്പോൾ പെട്രോണസ് ട്വിൻ ടവറിലാണുള്ളത്. കണ്ടോ, മഴയാണ്, കാലാവസ്ഥ നല്ലതല്ല. നമുക്ക് കണ്ടോ ഇവിടെ ഫുൾ ക്രൗഡാ. ഗ്രൂപ്പായിട്ട് എടുക്കാം. ഈ പപ്പയും അവനെ കാണാണ്ട് പോയി. വാവ്, സീ ദി ബ്യൂട്ടി. നമ്മുടെ വന്ന് അവരെന്തേ ഉണ്ടോ? ഈ നല്ല വ്യൂ, നല്ല ഭംഗി. നമ്മുടെ മഴ ആയതുകൊണ്ടൊരു പ്രശ്നമുണ്ട്.
ഒക്കെ ആൾക്കാർ സ്കൂൾ ഇടാനപ്പോഴേ അതിലെ പോയി കിടക്കണോ ട്രെയിന്? അല്ല എവിടെയാണെന്ന് അറിയോ? അവിടെ അങ്ങോട്ട് പോയാൽ എനിക്കറിയാത്തുള്ളൂ. ഇതിലെ കടന്നു Look this beauty behind me. Friend of me. Wow. ഇതാണ് സലോമ ബ്രിഡ്ജിന്റെ ഉള്ളിൽ കൂടെ ഉള്ള വ്യൂ. ആക്ച്വലി നൈസ്. എല്ലാം ഭയങ്കര ക്രൗഡഡ് ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇന്ന് ഇവിടുത്തെ നാഷണൽ ഡേ ആയതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർ തന്നെ ഇവിടെ കുറേ വരുന്നുണ്ട്. ആ നെക്സ്റ്റ് നമ്മുടെ ഇന്നത്തെ സ്പോട്ടാണ് ഫുഡ് സ്ട്രീറ്റിലോട്ടാണ് നമ്മൾ വരുന്നത്. പേരെന്താണോ ഫുഡ് സ്ട്രീറ്റിൻ്റെ അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. വന്നപ്പോൾ തന്നെ ആ റംബൂട്ടാനാണ് കണ്ടത്. നിങ്ങൾ കണ്ടോ റംബൂട്ടാൻ? റംബൂട്ടാൻ ഉണ്ടോ അവിടെ? എനിക്ക് ഇവിടുത്തെ വ്യൂസൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട്. മേ ബി എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആയിരിക്കും, പക്ഷെ എന്നാലും നല്ല സോസേജ് ഒക്കെ കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അധികം അങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊന്നും എടുക്കാൻ പോകുന്നില്ല, പക്ഷെ ഫുള്ളൊന്ന് ചുറ്റി കാണിക്കാം. ഓക്കെ, വാവ്, സൂപ്പർ. ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഡേ 1 ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് മലേഷ്യയിലെ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോയത് ഫുഡ് സ്ട്രീറ്റ് പോയി, ലാസ്റ്റാണ് കേട്ടോ പോയിരുന്നത്. പിന്നെ നമ്മളെവിടെ പോയത്, ട്വിൻ ടവർ പോയി, പിന്നെ സാലോമ എന്ന് പറഞ്ഞിട്ടൊരു ബ്രിഡ്ജും പോയി. അപ്പം ഞാൻ ഇന്നിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഈ വീഡിയോ. കണ്ടോ, നല്ല വൃത്തിയായിരുന്നതും ഞങ്ങൾക്ക് പറ്റുന്ന പോലെ മെസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലൈക്ക് എൻ്റെ ബാൽക്കണി വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഇവിടെ നിർത്തുന്നു. ഗുഡ് നൈറ്റ്.